വാർത്തകൾ തുടരുന്നു. കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ പ്രതിഷേധവുമായി KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, സംസ്ഥാനമൊട്ടാകെ കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ആർ ബിന്ദുവിനെതിരെയാണ് കോൺഗ്രസ് KSU പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നത്. വിവരങ്ങൾ. കീം റാങ്ക് ലിസ്റ്റിന്റെ പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉണ്ടായത്. ഇന്ന് മന്ത്രിയുടെ ഒരു പരിപാടി സെന്റ് ജോസഫ്സ് കോളേജിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിപാടിക്ക് ശേഷം KSU പ്രവർത്തകർ മന്ത്രിയുടെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടി കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുമെന്നൊരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ വലിയ രീതിയിലുള്ള ഒരു സന്നാഹം ഈ കോളേജിന്റെ പരിസരത്തും മറ്റുമുണ്ടായിരുന്നു. പ്രവർത്തകർ മന്ത്രി ബിന്ദുവിന്റെ വാഹനത്തിന് നേരെ ചാടുകയും കരിങ്കൊടി കാണിക്കുകയും മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കീം പരീക്ഷ എഴുതിയവരുടെ ഭാവി പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിലാണ് നിലവിലിപ്പോൾ ഉള്ളത് എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ KSU പ്രവർത്തകർ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രതിഷേധിച്ച പ്രവർത്തകരെ അടക്കം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. സംസ്ഥാനത്തുടനീളമാണെങ്കിലും പല സ്ഥലങ്ങളിലായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധമുയരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. നേരത്തെ സർക്കാർ കീം പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ സ്കീം പ്രകാരം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതുപ്രകാരം സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിന്റെ മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് മറ്റു വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ ഈ പരീക്ഷ എഴുതിയ പലരുടെയും റാങ്ക് താഴെ പോകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ് സിലബസിൽ ഉണ്ടായിരുന്ന ഈ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത് മറ്റുമുണ്ടായിരുന്ന പല വിദ്യാർത്ഥികളും 8ാം സ്ഥാനത്തേക്ക് മറ്റും നീങ്ങുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നത്. ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ മുഴുവൻ അനിശ്ചിതത്വത്തിലാക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കൂടാതെ തന്നെ ധൃതി പിടിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികളടക്കം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്ന് KSUക്കാരുടെ നേതൃത്വത്തിലായിരുന്നു മന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ടായിരുന്നത്. കരിങ്കൊടി കാണിച്ചിട്ടുള്ള പ്രതിഷേധമായിരുന്നു. എന്തായാലും പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ശരി, കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണത്തിന് ശേഷം സംസ്ഥാനമൊട്ടാകെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ KSU പ്രതിഷേധമായിരുന്നു ഇന്ന്. മന്ത്രി ആർ ബിന്ദുവിനെതിരെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ്. സംസ്ഥാനമൊട്ടാകെ പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ചെക്കിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. ചന്തപ്പുര കവലയിലെ ചെക്കിംഗ് സ്ഥാപനത്തിന്റെ അടുക്കളയിലെ ചിമ്മിനിയിലായിരുന്നു തീ പടർന്നത്. കൊടുങ്ങല്ലൂർ അഗ്നിശമന സേനയാണ്